وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا قل تعالوا أتل ما حرم ربكم عليكم ألا تشركوا به شيئا وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف فلا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. ലോകത്ത് ഏത് പ്രത്യയ ശാസ്ത്രമാണ് ഒരു ഉപ്പയോടും ഒരു ഉമ്മയോടുമുള്ള മഹത്വം പഠിപ്പിച്ചു കൊടുക്കുന്നത്? 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഹൈടെക് സംവിധാനമുള്ള ആധുനിക കോളേജുകളിൽ പോയി പഠിക്കുന്ന പഠിതാക്കളെ, ഏതെങ്കിലും ഒരു പാഠപുസ്തകത്തിന്റെ അധ്യായത്തിൽ നിന്റെ ഉപ്പയുടെ ഉത്തരവാദിത്വം എന്തെന്ന് പഠിപ്പിക്കാറുണ്ടോ? നിന്റെ ഉമ്മയുടെ ഉത്തരവാദിത്വം എന്തെന്ന് പഠിപ്പിക്കാറുണ്ടോ? നിന്റെ ഉപ്പയാര്, നിന്റെ ഉമ്മയാര് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു എണ്ണി 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 അടിവരയിട്ട് പഠിപ്പിച്ചു തരുന്നുവെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ആരാധിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ നീ വഴിപ്പെടേണ്ടത് നിന്റെ ഉപ്പയോടും നിന്റെ ഉമ്മയോടുമാ. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. നിന്റെ സംരക്ഷണയിൽ വളരുന്ന നിന്റെ ഉപ്പയോ നിന്റെ ഉമ്മയോ വാർദ്ധക്യ സഹജമായ രോഗത്തിന് അടിമകളായി പോയാൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. ആ ഉപ്പയുടെ മുഖത്ത് നോക്കി ഛേ എന്ന് പറയരുത്. ആ ഉമ്മയുടെ മുഖത്ത് നോക്കി അരോചകമായ വാക്ക് പറയരുത്. ആ ഉമ്മയെ ശകാരിക്കരുത്, ഉമ്മയെ വേദനിപ്പിക്കരുത്, ഉപ്പയോട് ഒരനാവശ്യമാക്ക് പോലും പറയരുത്. വലാ തൻഹർഹുമാ. ആ ഉപ്പയെ ഉമ്മയെ വിരട്ടരുത്, വിരട്ടരുത്, വേദനിപ്പിക്കരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. മാന്യമായ വർത്തമാനമല്ലാതെ, മാന്യമായ സംസാരമല്ലാതെ, കാരുണ്യത്തിന്റെ വാക്കല്ലാതെ ആ ഉപ്പയോടും ഉമ്മയോടും നീ സംസാരിക്കരുത്. നീ സംസാരിക്കുമ്പോ അതബോടെ മര്യാദയോടെ സൂക്ഷിച്ചു വേണം ഉപ്പയോട് സംസാരിക്കാൻ. ദേഷ്യഭാവത്തിൽ സംസാരിക്കരുത്, കയർത്ത് സംസാരിക്കരുത്, വിരൽ ചൂണ്ടി സംസാരിക്കരുത്, ആക്ഷേപസ്വരത്തിൽ സംസാരിക്കരുത്, അധികാരത്തിന്റെ ഭാഷയിൽ സംസാരിക്കരുത്, അധിക്ഷേപത്തിന്റെ സ്വരത്തിൽ സംസാരിക്കരുത്. ഫഖുൽ ലഹുമാ ഖൗലൻ കരീമാ. മാന്യമായ വർത്തമാനം മാത്രമേ തന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും മുഖത്തു നോക്കി സംസാരിക്കാവേ. മാത്രമല്ല, നീ എപ്പോൾ നിന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോ വഖുൽ, നീ ദുആ ചെയ്യണം റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. പടച്ച റബ്ബേ, പടച്ച റബ്ബേ, ഉപ്പയെ തന്ന നാഥാ, ഉമ്മയെ തന്ന നാഥാ, വളരെ കഷ്ടപ്പെട്ട് 10 മാസം തന്റെ വയറ്റിൽ ചുമന്ന് നടന്ന തന്റെ ഉമ്മ, വളരെ നൊന്ത് പ്രസവിച്ച തന്റെ ഉമ്മ, തന്റെ
എന്റെ 2 വർഷം ഒക്കത്ത് കൊണ്ട് നടന്ന് ഞാൻ കരയുമ്പോ എനിക്ക് പാല് നൽകിയ എന്റെ പൊന്നുമ്മ, ഞാൻ എപ്പോൾ പൊട്ടിക്കരഞ്ഞാലും എന്റെ തല തടവിക്കൊണ്ട് എനിക്ക് പാല് നൽകി എന്നെ സമാശ്വസിപ്പിച്ച എന്റെ പൊന്നുമ്മ, എനിക്ക് ആവശ്യമുള്ള വസ്ത്രം വാങ്ങി തന്ന എന്റെ പൊന്നുപ്പ, എന്നെ എല്ലാ നിലയ്ക്കും അങ്ങാടിയിൽ കൊണ്ടുപോയി എന്റെ ഇഷ്ടഭാജകമായ സാധനങ്ങൾ വാങ്ങി തന്ന എന്റെ പൊന്നുപ്പ, എന്റെ പൊന്നുമ്മ, റബ്ബിർഹംഹുമാ, ആ ഉപ്പയ്ക്ക് നീ കരുണ ചെയ്യണമേ, ആ ഉമ്മയ്ക്ക് നീ കരുണ ചെയ്യണമേ, കമാ റബ്ബയാനി സഗീറാ, എന്റെ ശൈശവത്തിൽ എന്നോട് കരുണ കാട്ടിയതുപോലെ, എന്റെ കൗമാരത്തിൽ എന്നോട് കരുണ കാട്ടിയതുപോലെ, എന്റെ യൗവനത്തിൽ എന്നെ സഹായിച്ചതുപോലെ എന്റെ ഉമ്മയോടും ഉപ്പയോടും നീ കരുണ കാട്ടണമേ റബ്ബേ എന്ന് ഓരോ മക്കളും തന്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആൻ അക്കമിട്ട് അടിവരയിട്ട് പഠിപ്പിക്കുകയാ. ലോകത്ത് ഏത് പ്രത്യയ ശാസ്ത്രമാണിത് പഠിപ്പിച്ചു കൊടുക്കുക? ഈ സത്യത്തിന്റെ വഴികളെ സ്വീകരിക്കുവിൻ മക്കളെ, സ്വീകരിക്കുവിൻ മക്കളെ. മാതാവിന്റെയും പിതാവിന്റെയും മുഖത്ത് നോക്കി കയർത്ത് സംസാരിക്കരുതേ, കയർത്ത് സംസാരിക്കരുതേ. ആയിഷ റളിയല്ലാഹു